ലക്ഷദ്വീപിൽ ഞാൻ രാവിലെ സൂര്യോദയം കാണാൻ പോകാൻ കേട്ടോ. നമ്മൾ താമസിച്ച 6 ഗസ്റ്റ് ഹൗസിൻ്റെ 2 സൈഡിലും ബീച്ചാണ്. അതായത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ബീച്ചാണ്. ഇപ്പം പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലുള്ള ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. സൂര്യൻ ഓൾറെഡി ഉദിച്ചു കഴിഞ്ഞു. തെങ്ങുകൾക്കിടയിൽ കൂടി മനോഹരമായിട്ടുള്ള സൂര്യോദയം കാണാം കേട്ടോ. ചില ക്യാൻവാസ് പെയിൻറ്റിങ്ങുകൾ പോലെയല്ലേ കണ്ടിട്ട്, അതായത് തെങ്ങിനിടയിൽ കൂടി ഉദിച്ചുയരുന്ന സൂര്യനെ കാണാൻ നല്ല ഭംഗിയില്ലേ. കുറേ സമയം സൂര്യോദയം കണ്ടുകൊണ്ട് ഞാനങ്ങനെ നിന്ന് കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കി, കാരണം ഞാൻ തനിച്ചാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു ബീച്ചിലേക്കുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഓലകളുടെ കൂട്ടത്തിലിരുന്നൊരു ചേട്ടൻ എന്തോ ചെയ്യുന്നു. എന്നാൽ അതെന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ ഇവിടുത്തെ ഓല മെടയുവാണ്. അപ്പോൾ ഈ ഒരു ഓലയുടെ കളർ ഉണ്ട്, നല്ലൊരു റെഡ് കളർ പോലെയില്ലേ, അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പച്ചോല വെട്ടി ഏകദേശം 48 മണിക്കൂർ കടൽ വെള്ളത്തിൽ കുതിർക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളർ കിട്ടുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് റൂഫ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ നാൾ അത് നിലനിൽക്കും. അപ്പം ഈ ഒരു പച്ചോലയാണ് നമ്മുടെ ചേട്ടൻ്റെ ഈ കളറിലാക്കിയെടുത്തത്. അങ്ങനെ ആ ബീച്ചിൽ ഞാൻ ചെറിയൊരു ബീച്ച് വാക്കൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഖാമാൻ കോയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു സൂര്യോദയം, മനോഹരമായൊരു സൂര്യോദയമാണ്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നില്ല, ഞാനൊരു എനിക്കൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ സൂര്യോദയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു 6:30ക്കാണ് വന്നത്. എന്നിട്ട് നല്ല രസമുണ്ട്. ആ മേഘങ്ങൾക്കിടയിൽ കൂടിയൊക്കെ ഒരു പൊൻകിരണങ്ങൾ ഇങ്ങനെ വരുന്ന കാണാൻ, വെള്ളത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബീച്ച് നോക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ കേരളത്തിൽ കാസർഗോഡുള്ളൊരു ബീച്ചിൻ്റെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നൊരു ബീച്ചാണ്, അതേപോലെ ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു ബീച്ചാണ്. അങ്ങനെ ഞാൻ ചെറിയൊരു വാക്കാവും എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ദൂരെ ഒരാൾ നിൽക്കുന്നു. എനിക്ക് മനസ്സിലായത് നമ്മുടെ സന്തൂർ മമ്മിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ സന്തൂർ മമ്മിയെ. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തേക്ക് ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിയെ കൊണ്ട് എനിക്ക് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ക്യാമറ അല്ല, മൊബൈലാണ് ആക്ച്വലി ഷൂട്ട് ചെയ്തത്. അപ്പം മൊബൈലൊക്കെ കൊടുത്തിട്ട് എന്നെ ഒന്ന് ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഞാൻ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നല്ല രസമാണ്. ഇപ്പം ഈ ഒരു സമയത്ത് ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൈ സെക്യൂരിറ്റിയാണ്. കാരണം വലിയ വേവ്സ് ഒന്നും ഈ ഒരു ബീച്ചിൽ വരില്ല കേട്ടോ. അതാണ് ഈ ലക്ഷദ്വീപിൻ്റെ ബീച്ചുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇറങ്ങി കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം. ഈവൻ കുട്ടികളെ കൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് സേഫായിട്ടുള്ളൊരു ബീച്ചാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് സമയം എന്തൊക്കെയോ കാണിച്ച് സൂര്യനെയൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് സമയം ആസ്വദിച്ചതിന് ശേഷം ആ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത പ്ലാൻ എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അപ്പുറത്തെ, അതായത് ഇതാണ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്, ഞാൻ താമസിച്ച ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ബീച്ചിലേക്ക് പോകാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് മനസ്സിലായത് ഈ ഓലയിട്ട റൂഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ റീഫ് റിസർച്ച് സെൻ്ററാണ്. റീഫ് റിസർച്ച് സെൻ്റർ എന്ന് മാത്രമല്ല, അഗത്തി ഐലൻഡിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതിയെ അടുത്ത നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീച്ച് ഓർമ്മയുണ്ടാവും, നമ്മൾ കയാക്ക് ബോട്ട് എടുത്തത് ഇവിടെ നിന്നാണ്. അതേപോലെ തന്നെ സ്ക്യൂബ ഡൈവിങ്ങിന് ബോട്ട് എടുത്തതൊക്കെ, മദർ ബോട്ടൊക്കെ എടുത്തത് ഈ ഒരു ബീച്ചിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ബീച്ചിനെക്കാട്ടി കുറച്ചും കൂടി ആക്ടിവിറ്റീസിനുള്ളൊരു പോസിബിലിറ്റി അവരോട് ചെയ്തിട്ടുണ്ട്. അതായത് സൺബാത്തൊക്കെ ചെയ്യാനുള്ള ബെഞ്ചും അതേപോലെ ബെഡും ഒക്കെ അവർ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം പോയ ബീച്ചിൽ കാണാത്ത ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിൽ കുറേ പാറക്കല്ലുകളൊക്കെ അടുക്കിയിട്ടിട്ടുണ്ട്. അത് നല്ല കറുത്ത കളറുള്ള പാറക്കല്ലുകൾ. എനിക്ക് തോന്നുന്നു ആ ബീച്ചിനെക്കാട്ടി കൂടുതലായിട്ട് ഇവിടെ വേവ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ പാറക്കല്ലുകൾ അടുക്കിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് നമ്മളെക്കാട്ടിലും മുന്നേ ഇവിടെ നമ്മുടെ ആ 4 യൂണിഫോം ഇട്ട് വരുന്ന ചേച്ചിമാർ ഓൾറെഡി ഇവിടെ രാവിലെ വന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് ഫോട്ടോഷൂട്ടും റീൽ ഷൂട്ടുമായിട്ടൊക്കെ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനകത്തൊന്ന് കയറിയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോകാൻ കേട്ടോ. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് ഈ വേവ്സിൽ ഇത് നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട, പേടിയായിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ സന്തൂർമമ്മ അവിടെ പോയി നല്ല ധൈര്യമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ബീച്ചിൽ കുറച്ച് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഞാൻ അവിടെ അപ്പുറത്തെ സൈഡ്, അതായത് ഈ ബീച്ചിൽ തന്നെ വേറൊരു സംഭവമുണ്ട് കേട്ടോ. അപ്പം അത് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാം, ബീച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ തെങ്ങിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. നല്ല വലിയ ഊഞ്ഞാലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഊഞ്ഞാലാണ്. അപ്പോൾ ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും അത് സൺസെറ്റ് ബീച്ചാണ്. അത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടത് സൺറൈസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പുറത്തെ സൺസെറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. എന്ത് രസമാണ് ഈ ബീച്ചിലിരുന്ന് ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് ബീച്ച് കാണാനല്ലേ. അതൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെയാണ്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്.
ലക്ഷദ്വീപിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടുത്തെ ബീച്ചുകൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഏത് പ്രോപ്പർട്ടി, ഏത് സ്ഥലത്തെ പ്രോപ്പർട്ടി ആണെങ്കിലും അതിനടുത്ത് ചുറ്റും കടലുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ലക്ഷദ്വീപ് എന്ന് വെച്ചാൽ കടലാണല്ലോ. അപ്പം മോർണിംഗ് ടൈമിൽ നിങ്ങളൊരു മോർണിംഗ് വാക്ക് പ്ലാൻ ചെയ്യുക. ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് വാക്ക് നിങ്ങൾ ബീച്ചിൽ കൂടി പ്ലാൻ ചെയ്യുക. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും.